പലപ്പോഴും NRIs ആയിട്ടുള്ള വ്യക്തികൾ, അതായത് നോൺ റെസിഡന്റ് ഇന്ത്യൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ജോലി ചെയ്യുന്നത് വിദേശത്താണ്, അതേപോലെ ഞാൻ താമസിക്കുന്നത് വിദേശത്താണ്, അതിനാൽ ഞാൻ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത് പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ ഇന്ത്യയിലെ ഇൻകം ടാക്സിൻ്റെ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ ഏതൊരു വ്യക്തിയും, അതായത് ഇന്ത്യയിൽ ടാക്സ് റെസിഡൻ്റ് ആയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ 2.5 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ അവർ നിശ്ചയമായിട്ടും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ന്യൂ ടാക്സ് റെജീം ഫോളോ ചെയ്യുന്നവർക്ക് ഈ ബേസിക് ഇൻകം ടാക്സ് ലിമിറ്റ് 3 ലക്ഷമാണ്. ഈ 2025 ബഡ്ജറ്റിൽ ഈ 3 ലക്ഷം രൂപ എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. ഇത് അടുത്ത ഫൈനാൻഷ്യൽ ഇയർ മുതലാണ് ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇവിടെ പ്രസക്തമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, NRIs ആരൊക്കെയാണ്? ഒരാൾ NRI ആണെങ്കിൽ അദ്ദേഹം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമോ? ഇൻകം ടാക്സിൻ്റെ ആക്ട് അനുസരിച്ച് ഒരു വ്യക്തി നോൺ റെസിഡന്റ് ഇന്ത്യൻ ആകണമെങ്കിൽ, അല്ലെങ്കിൽ NRI ആകണമെങ്കിൽ, കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ കുറഞ്ഞത് 182 ദിവസമെങ്കിലും ഇന്ത്യക്ക് വെളിയിൽ താമസിച്ചിരുന്നാൽ അങ്ങനെയുള്ള വ്യക്തികളെ നോൺ റെസിഡന്റ് ഇന്ത്യൻ ആയിട്ട് കൺസിഡർ ചെയ്യുകയും അവർക്ക് ഗ്ലോബൽ ലെവലിൽ ഉണ്ടാകുന്ന ഇൻകം ഇൻകം ടാക്സിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എക്സംപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ സാലറി ഏൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്. അത് എത്ര ലക്ഷം രൂപയാണെങ്കിൽ തന്നെയും നിങ്ങളൊരു NRIയുടെ സ്റ്റാറ്റസിലുള്ള വ്യക്തിയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ടാക്സ് എക്സംപ്റ്റഡ് ആണ്. എന്നാൽ NRIs ആയിട്ടുള്ള വ്യക്തികൾക്ക് അവർക്ക് ഇന്ത്യയിലും പലതരത്തിലുള്ള ഇൻകങ്ങളുണ്ടാവാം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അവർ ഇവിടെ ഫ്ലാറ്റോ വില്ലയോ വീടോ ഒക്കെ ഓൺ ചെയ്യുന്ന വ്യക്തികളാണ്. ഈ ഫ്ലാറ്റിൽ നിന്നും വില്ലയിൽ നിന്നൊക്കെ വാടക അവർക്ക് കിട്ടുന്നുണ്ടാവാം. ഇങ്ങനെയുള്ള വാടകയും അവരുടെ ഇന്ത്യയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഇൻകമാണ്. അതോടൊപ്പം തന്നെ NRIs നോർമലായിട്ട് NRI അക്കൗണ്ടും NRO അക്കൗണ്ടും ഇന്ത്യയിൽ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. NRI അക്കൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം, ഇൻട്രസ്റ്റ് ഇൻകം, അത് NRI SB അക്കൗണ്ട് ആണെങ്കിലും NRI ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിലും FCNR ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആണെങ്കിലും അതിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം കംപ്ലീറ്റ് ആയിട്ട് ടാക്സ് ഫ്രീ ആണ്. എന്നാൽ NRO അക്കൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം ടാക്സബിൾ ആണ്. ഇതുകൂടാതെ തന്നെ NRIs ആയിട്ടുള്ള വ്യക്തികൾ ഇന്ത്യയിൽ ഷെയർ മാർക്കറ്റിൽ നിന്ന് ഷെയറുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ടാവാം, മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നും ഷെയർ മാർക്കറ്റിൽ നിന്നും അല്ലെങ്കിൽ കമ്പനികളുടെ ഷെയറുകളിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന ഇൻകം, ഡിവിഡൻഡ് ഇനത്തിൽ ലഭിക്കുന്ന ഇൻകം ഇന്ത്യയിൽ ടാക്സബിൾ ആണ്. അതോടൊപ്പം തന്നെ ഷെയറുകളും മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളും മറ്റും വിറ്റതിന് ശേഷം അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ക്യാപിറ്റൽ ഗെയിനും ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്നുണ്ടാകുന്നതെങ്കിൽ 1.25 ലക്ഷം രൂപ വരെയുള്ള ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് നടത്താൻ പറ്റുന്ന മിക്കവാറും എല്ലാ നിക്ഷേപങ്ങളും NRIsനും ചെയ്യാൻ പറ്റും. പോസ്റ്റ് ഓഫീസിലുള്ള നിക്ഷേപം, RBI ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്, RBI സോവറിൻ ബോണ്ട്, ഇതേപോലെയുള്ള ചില നിക്ഷേപങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ നിക്ഷേപ പദ്ധതികളിലും അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി ഉണ്ട്. എന്നാൽ അഗ്രികൾച്ചർ ലാൻഡോ പ്ലാന്റേഷൻ പ്രോപ്പർട്ടിയോ ഫാം ഹൗസോ NRIsന് വാങ്ങാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. അവർ അഗ്രികൾച്ചറൽ ലാൻഡ്, പ്ലാന്റേഷൻ അല്ലെങ്കിൽ ഫാം ഹൗസ് ഇതേപോലെയുള്ള പ്രോപ്പർട്ടികൾ വാങ്ങണമെങ്കിൽ RBIയുടെ കയ്യിൽ നിന്ന് സ്പെഷ്യലായിട്ടുള്ള പെർമിഷൻ എടുത്തതിന് ശേഷം മാത്രമാണ് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. NRIsനെ സംബന്ധിച്ചിടത്തോളം സീനിയർ സിറ്റിസൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇല്ല. റെസിഡൻറ്റ് ഇന്ത്യൻ ആണെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് പല ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസെഷൻ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. പക്ഷേ NRIsനെ സംബന്ധിച്ചിടത്തോളം 60 വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണെങ്കിലും സാധാരണ ഒരു റെസിഡൻറ്റ് ഇന്ത്യൻ സിറ്റിസന് ഏതൊക്കെ ടാക്സ് ആപ്ലിക്കബിൾ ആകുമോ അതെല്ലാം സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള NRIsനും ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾക്ക് ടാക്സബിൾ ഇൻകം ഇല്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം. പല സമയങ്ങളിലും നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ നിങ്ങൾക്ക് ബാങ്കുകളിൽ നിന്ന് ലോൺ ലഭിക്കുന്നതിനോ പല രാജ്യങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുന്നതിന് വിസ ലഭിക്കുന്നതിനും മറ്റും ഈ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ പ്രൂഫ് ആവശ്യമായിട്ട് വരും. റീസെൻ്റായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ടുള്ള ഫോം, അതായത് ITR 1 മുതൽ ITR 7 വരെയുള്ള ഫോമുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ടുള്ള പോർട്ടൽ ഉടനെ തന്നെ ഓപ്പൺ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു.
പക്ഷെ നമ്മൾ തിരക്ക് പിടിച്ച് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ പല രീതിയിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ചെയ്തിരിക്കുന്ന വ്യക്തികളാകാം. പല സ്ഥാപനങ്ങളിൽ നിന്നും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നും നിങ്ങൾക്ക് ഇൻകം ലഭിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ലഭിച്ചിരിക്കുന്ന ഇൻകത്തിൽ നിന്ന് ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇതേപോലെയുള്ള ടാക്സ് ഡിഡക്ഷൻ എല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇൻകം ടാക്സിൻ്റെ റെക്കോർഡ്സിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സമയമെടുക്കും. തീർച്ചയായിട്ടും നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നേ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫോം 26AS ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ AIS ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഈ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നടത്തിയിരിക്കുന്ന ഒട്ടുമിക്ക ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിലും ഷെയർ മാർക്കറ്റിലും നടത്തിയിരിക്കുന്ന നിക്ഷേപം, മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നോ ഷെയർ മാർക്കറ്റിൽ നിന്നോ നിങ്ങൾ പണം തിരിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് കമ്പനികൾ നൽകിയിരിക്കുന്ന ഡിവിഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, അതോടൊപ്പം തന്നെ നിങ്ങൾ ബാങ്കുകളിലും മറ്റും നടത്തിയിരിക്കുന്ന ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ്, ബാങ്കുകളും മറ്റും നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഇൻട്രസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്, ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിരിക്കുന്ന ടാക്സിൻ്റെ ഡീറ്റെയിൽസ്, അതായത് TDS ഡീറ്റെയിൽസ്, TCS, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്, ഇതേപോലെയുള്ള ഇൻഫർമേഷൻ എല്ലാം ഫോം നമ്പർ 26ASലും അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നേ ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകളും ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെരിഫൈ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഇൻകത്തിൽ നിന്ന് നടത്തിയിരിക്കുന്ന TDS റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്തതിന് ശേഷം മാത്രം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറേ ഡോക്യുമെൻറ്റ്സുകൾ റെഡിയാക്കി വെക്കാനുണ്ട്. നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, സാധാരണ നിങ്ങളൊരു നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആണെങ്കിൽ ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങളുടെ ടാക്സ് സ്റ്റാറ്റസ് നോൺ റെസിഡൻ്റ് എന്ന് മാറ്റുവാനായിട്ട് നിങ്ങൾ മറക്കാതിരിക്കുക. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പാൻ നമ്പർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ടാക്സ് സ്റ്റാറ്റസ് ഒന്നും റെക്കോർഡ് ചെയ്യുന്നില്ല. നിങ്ങൾ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ പാൻ നമ്പർ നോക്കിയാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ ഒരു നോൺ റെസിഡൻ്റ് ഇന്ത്യൻ ആണെങ്കിൽ നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. എന്നിരുന്നാലും ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പാൻ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങളുടെ ടാക്സ് സ്റ്റാറ്റസ് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ എന്ന് മാറ്റുവാനായിട്ട് മറക്കരുത്. സാധാരണയായിട്ട് നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം അത് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നോർമലി ആധാർ കാർഡിൽ OTP യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് റിട്ടേൺ വെരിഫൈ ചെയ്യാറുള്ളത്. ഒരു NRIനെ സംബന്ധിച്ചിടത്തോളം ആധാർ കാർഡ് നിർബന്ധമല്ലാത്ത സാഹചര്യത്തിൽ അവർക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള വെരിഫിക്കേഷൻസ് ചെയ്യുവാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, നിങ്ങളുടെ ആധാർ കാർഡും പാനും തമ്മിൽ ലിങ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങളൊരു നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആണെങ്കിൽ നിങ്ങളുടെ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ സ്റ്റാറ്റസ് ഇൻകം ടാക്സിൻ്റെ പ്രൊഫൈലിൽ നിങ്ങൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ വെരിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ടാക്സ് റിട്ടേൺ നിങ്ങൾക്ക് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതോടൊപ്പം തന്നെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എക്സസ് ആയിട്ട് പിടിച്ചിരിക്കുന്ന ടാക്സ് റീഫണ്ട് ചെയ്യുന്നതിന് നിങ്ങളുടെ NRO അക്കൗണ്ട് തന്നെ കൊടുക്കുക. NRE അക്കൗണ്ട് കൊടുത്താൽ അത് റിട്ടേൺ ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം ടാക്സ് റീഫണ്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ NRO അക്കൗണ്ട് കൊടുക്കുവാനായിട്ട് മറക്കരുത്. പലപ്പോഴും ടാക്സ് സേവിങ് പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടാവാം. ഇൻഷുറൻസ് പോളിസിയിൽ പ്രീമിയം കൊടുത്തിട്ടുണ്ടാവാം. നിങ്ങളുടെ കുട്ടികളുടെ സ്കൂൾ ഫീസ് ചിലപ്പോൾ നിങ്ങൾ ടാക്സ് ഡിഡക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവാം. മെഡിക്കൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് പ്രീമിയം കൊടുത്തിട്ടുണ്ടാവാം. ഹൗസിംഗ് ലോണോ ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റോ, അതേപോലെ നമുക്ക് ഡിഡക്ഷൻ ലഭിക്കുന്ന ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകളും എക്സ്പെൻസസുകളും ഉണ്ട്. അപ്പം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകളെല്ലാം നിങ്ങൾ റെഡിയാക്കി വെക്കുക. പലപ്പോഴും ധനകാര്യ സ്ഥാപനങ്ങൾ നിങ്ങളുടെ ഇൻകത്തിൽ നിന്ന് ടാക്സ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ഒരു TDS സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാറുണ്ട്. അത് നോർമലി നിങ്ങളുടെ ഇമെയിലിലേക്ക് അവർ അയച്ചു തരാറുണ്ട്. ആ TDS സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്ന് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇത് കൂടാതെ തന്നെ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടാക്സ് എക്സംഷൻ കിട്ടുന്ന മ്യൂച്വൽ ഫണ്ടുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഇന്ന് ഇന്ത്യ ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങളുമായിട്ട് ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അത് DTAA എന്നാണ് പറയുന്നത്, അതായത് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻ്റ്. ഈ എഗ്രിമെൻ്റ് അനുസരിച്ചിട്ട് നിങ്ങളുടെ പലതരത്തിലുള്ള ഇൻകങ്ങൾ
എങ്ങനെയാണ് ടാക്സ് ചെയ്യുന്നത്, നിങ്ങളിപ്പം ജീവിക്കുന്ന രാജ്യത്ത് അത് എങ്ങനെ ടാക്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്തെ ടാക്സ് റെസിഡൻ്റ് ആണോ, എങ്ങനെയാണ് ഇത് ടാക്സ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളാണ് ബേസിക് ആയിട്ടും ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻറ്റിൽ പറയുന്നത്. GCC കൺട്രികളിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന വ്യക്തികൾ എക്സെപ്റ്റ് ബഹ്റിൻ ഇതേപോലെയുള്ള രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഈ എഗ്രിമെൻറ്റിൻ്റെ ബേസിസിൽ നിങ്ങൾ ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തി അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. ഈ ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഏത് രാജ്യത്താണോ ജോലി ചെയ്യുന്നത് അവിടുത്തെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വാങ്ങി ഇന്ത്യയിലെ നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങളുടെ അസസിങ് ഓഫീസർ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അഥവാ പലപ്പോഴും നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ പണം തിരിച്ചു വാങ്ങുന്ന സമയത്ത് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ ടാക്സ് പിടിക്കാറുണ്ട്. ഈ ടാക്സ് പിടിക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നതിനും നിങ്ങൾക്ക് ഈ ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് വാങ്ങി റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിനോ അല്ലെങ്കിൽ അവരുടെ രജിസ്ട്രാറിനോ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് ഡിഡക്ഷൻ ഇല്ലാതെ തന്നെ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് സെയിൽസ് പ്രൊസീഡ്സ് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഈ DTA എഗ്രിമെൻറ്റിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. പലരും പല രീതിയിലാണ് ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. പല ഇൻകം ടാക്സ് ഓഫീസേഴ്സും ഇതേപോലെയുള്ള ക്ലെയിം റിജക്റ്റ് ചെയ്യുന്നതായിട്ടും അറിയുന്നുണ്ട്. എന്നാൽ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട്. ആ കേസുകളിലെല്ലാം ഈ അസസിക്ക് അല്ലെങ്കിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്ക് ഫേവറബിൾ ആയിട്ടാണ് വിധി വന്നിരിക്കുന്നത്. ഇത് ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നേ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ടാക്സ് കൺസൾട്ടൻറ്റിൻ്റെയോ അഭിപ്രായം ഇതിൽ തേടുക. NRIസിൻ്റെ ടാക്സ് റിട്ടേൺ ഫയലിങ്ങിനെ കുറിച്ചും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഈവൻ നിങ്ങൾക്ക് ടാക്സബിൾ ഇൻകം ഇല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യത്തിലാണ് കമ്പൽസറി ആയിട്ട് നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്, എത്രയൊക്കെ ടാക്സ് ആണ് നിങ്ങളുടെ ഇൻകത്തിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള, ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമാക്കുന്ന ഒരു പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFT നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോളിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റേറ്റിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. ഈ പ്രസൻറ്റേഷനിൽ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് NRIs ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. സാധാരണയായിട്ട് NRIs യൂസ് ചെയ്യേണ്ട ITR ഫോം എന്ന് പറയുന്ന ITR 2 ആണ്. ITR 1 സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇൻകം 50 ലക്ഷം രൂപയിൽ കുറവാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഹൗസ് പ്രോപ്പർട്ടിയാണ് ഓൺ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ റെൻറ്റിന് കൊടുത്തിരിക്കുന്നത്, ഒന്നിൽ കൂടുതൽ ഹൗസ് പ്രോപ്പർട്ടി നിങ്ങൾ റെൻറ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ITR 2 ആണ് യൂസ് ചെയ്യേണ്ടത്. അതേപോലെ ക്യാപിറ്റൽ ഗെയിൻ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിലോ സ്റ്റോക്ക് മാർക്കറ്റിലോ മറ്റോ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും ITR 2 ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി പല അവസരങ്ങളിലും കമ്പൽസറി ആയിട്ട് ഈവൻ നിങ്ങൾക്ക് ഒരു വർഷം 2.5 ലക്ഷം രൂപ ടാക്സബിൾ ഇൻകം ഇല്ല എങ്കിൽ തന്നെയും കമ്പൽസറി ആയിട്ട് ഇൻകം ടാക്സിൻ്റെ റൂൾ അനുസരിച്ച് ചില അവസരങ്ങളിൽ നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ബാങ്കിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ കറണ്ട് അക്കൗണ്ടിൽ ഒരു വർഷം 1 കോടി രൂപയിൽ കൂടുതലുള്ള ട്രാൻസാക്ഷൻ, സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ 50 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, നിങ്ങൾ വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വർഷം 2 ലക്ഷം രൂപയിൽ കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു വർഷം 1 ലക്ഷം രൂപയിൽ കൂടുതൽ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ബിസിനസ്സിൽ നിന്നുള്ള ടേൺ ഓവർ 60 ലക്ഷം രൂപയിൽ മേളിലും ഏതെങ്കിലും പ്രൊഫഷനിൽ നിന്നുള്ള ടേൺ ഓവർ അല്ലെങ്കിൽ ഇൻകം 10 ലക്ഷം രൂപ മേളിലാണെങ്കിലും നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അതുകൂടാതെ തന്നെ നിങ്ങൾ പലപ്പോഴും പല ഇൻവെസ്റ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനോ ചെയ്യുന്ന സമയത്ത് നിങ്ങളിൽ നിന്ന് TDS പിടിക്കാറുണ്ട്. അപ്പോൾ TDS പിടിച്ചിരിക്കുന്നത് 25,000 രൂപയിൽ കൂടുതലാണെങ്കിലും, ഇത് സീനിയർ സിറ്റിസൻ്റെ കേസിൽ 50,000 രൂപയാണ്. ഈ എമൗണ്ടിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ കമ്പൽസറി ആയിട്ട് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഫോറിൻ അസറ്റ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോറിൻ കമ്പനികളിലോ ബാങ്കിലോ മറ്റോ ഏതെങ്കിലും ഓതറൈസ്ഡ് സിഗ്നേച്ചറി ആണെങ്കിൽ തന്നെയും നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. സാധാരണയായിട്ട് ക്യാപിറ്റൽ ഗെയിൻ ഉള്ള വ്യക്തികൾ, പ്രോപ്പർട്ടികളും മറ്റും വിറ്റ് ക്യാപിറ്റൽ ഗെയിൻ ഉള്ള വ്യക്തികൾ
സെക്ഷൻ 54 മുതൽ 54GB വരെയുള്ള സെക്ഷനിൽ നിന്ന്, ഇൻകം ടാക്സ് സെക്ഷനിൽ നിന്ന് എക്സംഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പണം റീഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ബോണ്ടുകളിലോ മറ്റോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇങ്ങനെയുള്ള വ്യക്തികളും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഈ എത്രയൊക്കെ ടാക്സ് ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഓൾഡ് ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ 2 ലക്ഷം രൂപ വരെയുള്ള ഇൻകം ടാക്സിൽ നിന്ന് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇൻകം 2.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലാണെങ്കിൽ 5% ടാക്സും, 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലാണെങ്കിൽ 20% ടാക്സും, 10 ലക്ഷത്തിന് മുകളിലാണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ 30% ടാക്സും കൊടുക്കണം. ഇനി ന്യൂ ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ആദ്യത്തെ 3 ലക്ഷത്തിന് ടാക്സ് ഇല്ല. അടുത്ത ഫിനാൻഷ്യൽ ഇയർ മുതൽ ഈ ബേസിക് എക്സംഷൻ 4 ലക്ഷം രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 3 ലക്ഷത്തിനും 7 ലക്ഷത്തിനും ഇടയിലുള്ള ഇൻകത്തിന് 5%, 7 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലുള്ള ഇൻകത്തിന് 10%, 10 ലക്ഷത്തിനും 12 ലക്ഷത്തിനും ഇടയിലുള്ള ഇൻകത്തിന് 15%, 12 ലക്ഷത്തിനും 15 ലക്ഷത്തിനും ഇടയിലുള്ള ഇൻകത്തിന് 20%, 15 ലക്ഷത്തിന് മേളിൽ 30% ടാക്സ് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുണ്ടാവാം NRIs ആയിട്ടുള്ള വ്യക്തികൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഏതൊക്കെ വ്യക്തികളെയാണ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നത്, കമ്പൽസറി ആയിട്ട് ഏതൊക്കെ സാഹചര്യങ്ങളിൽ നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇതേപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു ടാക്സ് അഡ്വൈസോ അല്ലെങ്കിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള ഒരു ഗൈഡ് ലൈൻസോ അല്ല. ഇത് ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നതിനും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ടാക്സ് കൺസൾട്ടൻറ്റിൻ്റെയോ ഹെൽപ്പോട് കൂടി ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യും. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.